ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നിങ്ങൾ എനിക്ക് നൽകിയ ധൈര്യം ഇതിനേക്കാൾ എത്രയോ വലുതാണ്. ആ നിങ്ങൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന്റെ ത്രില്ലില്ല ഞാൻ. ചെങ്കൽ മധുവല്ല, ആര് വിചാരിച്ചാലും അനൂപേട്ടനെ നമ്മൾ രക്ഷിച്ചിരിക്കും. ധനുഷ് പറഞ്ഞത് കേട്ടല്ലോ. എന്തു പറയുന്നു? ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ? ഈ അവസ്ഥയില് നമ്മളെ സഹായിക്കാൻ ധനുഷിനേക്കാൾ മറ്റൊരാളില്ല. സ്നേഹ എന്തു പറഞ്ഞു എന്നൊന്നും നമ്മളിപ്പോ ചിന്തിക്കണ്ട. ആദ്യം അനൂപേട്ടനെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. സ്നേഹയോട് അത് കഴിഞ്ഞിട്ട് കാര്യം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ധനുഷനെ അവളെ ഡീൽ ചെയ്തോളും. താൻ ധൈര്യമായിട്ട് ധനുഷിന് ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. താനിങ്ങനെ ടെൻഷൻ അടിക്കണ്ട. എന്തായാലും ധനുഷ് വരട്ടെ. പേടിയാ സച്ചേട്ടാ. എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാ എന്റെ അനൂപേന്റെ ജീവൻ നഷ്ടാവും. നിങ്ങൾ രണ്ടുപേരും പേടിക്കണ്ട. എന്ത് റിസ്ക് എടുത്തിട്ടായാലും അനൂപേട്ടനെ നമ്മൾ രക്ഷിച്ചിരിക്കും. ഞാൻ എന്താ ചെയ്യേണ്ടത് അതുമാത്രം പറഞ്ഞാൽ മതി. തല പോയാലും ഞാനത് ചെയ്തിരിക്കും. എന്താ അർച്ചനയുടെ പ്ലാൻ? അങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല. ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും അനൂപേന്റെ ജീവൻ രക്ഷിക്കണം. അതിന് കുറച്ചുനാൾ ഇവിടുന്ന് അനൂപേനെ മാറ്റി നിർത്തണം. ഒന്നുകിൽ വിദേശത്തേക്ക്, അതല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് ഒളിക്കാവുന്നൊരു സ്ഥലത്തേക്ക്. അതിനിടയിൽ എങ്ങനെയെങ്കിലും ആ മധുവായിട്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്യണം. എന്നിട്ട് അനൂപെണ്ണെ തിരിച്ചു കൊണ്ടുവരണം. ഇക്കാര്യത്തിൽ എങ്ങനെയാ ധനുഷിന് ഞങ്ങളെ സഹായിക്കാൻ കഴിയുന്നത്? ചില കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചാലും നടക്കും. അനൂപേട്ടന് സുരക്ഷിതമായി താമസിക്കാൻ പറ്റിയൊരു സ്ഥലം എന്റെ അറിവിലുണ്ട്. നാളെ രാവിലെ ജാമ്യം കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ? കിട്ടും, അതിൽ സംശയമൊന്നുമില്ല. നാളെ രാവിലെ ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കി ജാമ്യം എടുക്കാനാ പ്ലാൻ. അപ്പോ അവിടുന്നാണ് നമ്മുടെ ജോലി തുടങ്ങേണ്ടത്. ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അനൂപേട്ടനെ കൊണ്ട് ഞാൻ പോയിക്കോളാം. ധനുഷിന്റെ കൂടെ ഞാനും കൂടെ വരാം. അത് വേണ്ട. അർച്ചനടുത്തേക്ക് ഈ അവസ്ഥയിൽ അധികം യാത്ര ചെയ്യാനോ ഓടി നടക്കാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് സച്ചേട്ടനോട് വേണം. വക്കീല് വഴി അവരുമായി കാര്യങ്ങൾ സെറ്റിൽമെന്റ് സംസാരിക്കേണ്ടത് മുഴുവൻ സച്ചേട്ടനാ. എത്ര പണം കൊടുത്തിട്ടായാലും വേണ്ടില്ല, അനൂപേട്ടന്റെ ജീവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പ് കിട്ടണം. അത് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരൂ. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, എന്നെ വീഴ്ത്തിയിട്ടല്ലാതെ അവർക്ക് അനൂപേട്ടനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ധനുഷിന്റെ ഈ വാക്കുകൾ ഞങ്ങൾക്ക് തരുന്ന ധൈര്യം ചെറുതല്ല. ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നിങ്ങൾ എനിക്ക് നൽകിയ ധൈര്യം ഇതിനേക്കാൾ എത്രയോ വലുതാണ്. ആ നിങ്ങൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന്റെ ത്രില്ലില്ല ഞാൻ. ചെങ്കൽ മധുവല്ല, ആര് വിചാരിച്ചാലും അനൂപേട്ടനെ നമ്മൾ രക്ഷിച്ചിരിക്കും. നീ ഇതാരെ നോക്കുന്നത്?
മോൾ ഇതുവരെ വന്നില്ല. സ്കൂൾ ബസ് വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ബസ് പോകുന്നത് അമ്മ കണ്ടായിരുന്നോ? ഏയ്, ഞാൻ കേട്ടില്ല. അല്ല, സ്കൂൾ ബസിന്റെ ഹോൺ അടിക്കുന്ന ശബ്ദവും കേട്ടില്ലല്ലോ. സാധാരണ ഗേറ്റിൽ ബസ് നിർത്തി ഹോൺ അടിക്കുന്നതല്ലേ? ഇനി ബസ് ഇതുവരെ വന്നില്ലേ? അങ്ങനെ ലേറ്റ് ആവോ? ഞാൻ കരുതിയത് നീ മോളെ കൂട്ടിയിട്ടുണ്ടാവുന്ന. ഞാൻ അടുക്കളയിൽ ജോലിയിലായിരുന്നു. ഞാൻ കരുതി അമ്മ വിളിച്ചു കാണുമെന്ന്. ഞാനെന്തായാലും സ്കൂൾ ബസ്സിൽ ആയി ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ ഗീതേ, സ്കൂൾ ബസ് ഇന്ന് ലേറ്റ് ആണോ? അല്ലല്ലോ, ഞങ്ങൾ എപ്പോഴേ പോന്നല്ലോ. അപ്പം മോളെവിടെ? ഇന്ന് മോളെ സ്കൂൾ ബസ്സിൽ കണ്ടില്ലല്ലോ. പിന്നെ ആവണിമോൾ എവിടെ പോയി? വീട്ടിൽ നിന്ന് ആരോ വന്ന് കാറിൽ കൊണ്ടുപോയെന്ന് ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു. നിങ്ങളല്ലേ വന്ന് കൊണ്ടുപോയത്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ദിവസവും നിങ്ങളുടെ കൂടെ അല്ലേ കുട്ടി വരുന്നത്? മോളെ വിളിക്കാൻ ഇവിടെ ആരും വന്നിട്ടില്ല. കൊച്ചിനെ കൂട്ടാതെയാണോ നിങ്ങൾ ബസ് എടുത്ത് പോകുന്നത്? എല്ലാ മാസവും കൃത്യമായിട്ട് പണം വാങ്ങുന്നുണ്ടല്ലോ. അപ്പൊ കുട്ടിയുടെ കാര്യം കൂടെ നോക്കിയല്ലോ. എന്താ അമ്മേ? ഇന്ന് സ്കൂൾ ബസ്സിൽ മോള് കേറിയിട്ടില്ലാന്ന്. വീട്ടിൽ നിന്നും പറഞ്ഞ് ആരോ വന്ന് കൂട്ടിട്ട് പോയെന്ന് ആയ പറയുന്നത്. എന്റെ മോള് പിന്നെ എവിടെ പോയി അമ്മേ? എനിക്കറിയില്ല. ഫോണിന്ന് തന്നെ. നിങ്ങൾ എന്ത് മര്യാദ ഈ പറയുന്നേ? ആരെങ്കിലും ഒരാൾ വന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ ഉടനെ കുട്ടിയുടെ വീട്ടിൽ വിളിച്ച് ചോദിക്കണ്ടേ? എല്ലാവരുടെയും നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. നിങ്ങൾക്ക് പിന്നെ എന്താ ജോലി? കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാ നിങ്ങളെ നിയമിച്ചിരിക്കുന്നത്. ദേ, ഞാനൊരു കാര്യം പറയാം. എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ സ്കൂളിലൊന്ന് വിളിച്ചു നോക്ക്. ചിലപ്പോ ടീച്ചർമാരോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെയായിരിക്കും ചിലപ്പോ വന്ന് കുട്ടിയെ കൊണ്ടുപോയത്. നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? ആരെങ്കിലും ഒരാൾ വന്ന് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് കുട്ടിയെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാ. ദേ, ഒറ്റ ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. അമ്മേ, ആവണി മോളെ ആരാ വിളിച്ചോണ്ട് പോയത്? എനിക്കറിയില്ല. നീ സ്കൂളിലൊന്ന് വിളിച്ചു നോക്കിയേ. നോക്ക്. എന്തായി? ആണോ? ഇല്ല അമ്മേ, ടീച്ചർക്കൊന്നും അറിയില്ല. ഈശ്വര, മോള് സ്കൂൾ ബസ്സിൽ കയറിയിട്ടില്ലെന്ന് അവരും അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യടി? എവിടെ പോയി അന്വേഷിക്കും കൊച്ചിനെ? ഞാനിനി എവിടെ പോയി അന്വേഷിക്കും അമ്മ? എന്റെ മോള് ഈശ്വര.